ഞാൻ ഈ പുസ്തകത്തിൻ്റെ ആമുഖമാണ് വായിക്കുന്നത്. എ ഇയർ അഗോ, ഒരു വർഷം മുമ്പ്, മൈ ലൈഫ് ഹാഡ് കൊളാപ്സ്ഡ് അറൗണ്ട് മീ. എൻ്റെ ജീവിതം എൻ്റെ ചുറ്റും തകർന്നടിഞ്ഞു. ഐ ഹാവ് വർക്ക്ഡ് മൈസെൽഫ് ഇൻ ടു എക്സോഷൻ. ഞാൻ ജോലി ചെയ്തു ഇൻ ടു എക്സോഷൻ. എക്സോഷൻ എന്ന് പറഞ്ഞാൽ ആകെ നമ്മുടെ കയ്യിലുള്ള പെട്രോളൊക്കെ തീർന്നു കഴിഞ്ഞാൽ, നമ്മുടെ എനർജിയൊക്കെ തീർന്നു കഴിഞ്ഞാൽ നമ്മളാകെ ക്ഷീണിക്കും അല്ലേ. എല്ലാം ഉപയോഗിച്ച് തീരുന്നൊരവസ്ഥയാണ് എക്സോഷൻ. അത് നമ്മളിനി ഒന്നുമില്ല. മൈ ഫാദർ ഡയഡ്. അതായത് എൻ്റെ പിതാവ് മരിച്ചു. റോണ്ടാബൺ ഈ പുസ്തകം എഴുതിയിട്ടുള്ള റോണ്ടാബൺ അവരുടെ ഹിസ്റ്ററി പറയാണ്. ഓക്കെ, മൈ ഫാദർ ഡയഡ് സഡൻലി. എൻ്റെ പിതാവ് പെട്ടെന്ന് മരിച്ചു. ആൻഡ് മൈ റിലേഷൻഷിപ്പ്, എൻ്റെ ബന്ധങ്ങൾ വിത്ത് മൈ വർക്ക് കൊളീഗ്സ്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളുമായിട്ടുള്ള, ആൻഡ് ലൗഡ് വൺസ്, ഞാൻ സ്നേഹിക്കുന്നവരുടെയും, വേർ ഇൻ ടെർമോയിൽ. ടെർമോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദനാജനകമായ ഒരവസ്ഥയിൽ, അതായത് ഇറ്റ്സ് അത്രയും പ്രയാസകരമായ ഒരവസ്ഥയിലെ. ലിറ്റിൽ ഡിഡ് ഐ നോ അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ എനിക്ക് കുറച്ച് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ഔട്ട് ഓഫ് മൈ ഗ്രേറ്റസ്റ്റ് ഡെസ്പെയർ, എൻ്റെ അഗാധമായിട്ടുള്ള വേദന, ദുഃഖത്തിൽ, വാസ് ടു കം ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ്. ആ സമയത്താണ് എൻ്റെ ഏറ്റവും വലിയ സമ്മാനം വന്നത്. ഐ വുഡ് ബീൻ ഗീവൺ എ ഗ്ലിംസ് ഓഫ് എ ഗ്രേറ്റ് സീക്രട്ട്. എനിക്ക് ഒരു വലിയ രഹസ്യത്തിൻ്റെ ഒരു ഗ്ലിംസ് എന്ന് പറഞ്ഞാൽ ഒരു അല്പഭാഗം ലഭിച്ചു. ദ സീക്രട്ട് ടു ലൈഫ്, ജീവിതത്തേക്കുള്ള രഹസ്യം. ദ ഗ്ലിംസ് കെയിം ഇൻ എ 100-year-old ബുക്ക്. ഈ ഗ്ലിംസ്, ഈ ശകലം എനിക്ക് ലഭിച്ചത് വന്നത് ഇൻ 100-year-old ബുക്ക്, ഒരു 100 വർഷം പഴക്കമുള്ള ഒരു ബുക്കിൽ നിന്നാണ്. ഗിവൺ ടു മീ, എനിക്ക് തന്നതാണ് ബൈ മൈ ഡോട്ടർ, എൻ്റെ മകൾ എനിക്ക് തന്നതാണ്. ഹേലെ എന്നാണ് മകളുടെ പേര്. ഐ ബിഗൻ ട്രേസിങ് ദ സീക്രട്ട് ബാക്ക് ത്രൂ ഹിസ്റ്ററി. ഞാൻ തുടങ്ങി പിന്തുടരാം ദ സീക്രട്ട്, ആ രഹസ്യത്തിന്, ബാക്ക് ത്രൂ ഹിസ്റ്ററി, ചരിത്രത്തിൻ്റെ ഇടയിലൂടെ, ചരിത്രത്തിലേക്ക്, ബാക്ക് ടു ദ ഹിസ്റ്ററി. ഐ കുഡിൻറ്റ് ബിലീവ്, എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഓൾ ദ പീപ്പിൾ, എല്ലാ ആളുകളും, ഹൂ ന്യൂ ദിസ്, അറിയാവുന്ന എല്ലാ ആളുകളും, ദേ വെയർ ദ ഗ്രേറ്റസ്റ്റ് പീപ്പിൾ ഇൻ ഹിസ്റ്ററി. അവരായിരുന്നു ദ ഗ്രേറ്റസ്റ്റ് പീപ്പിൾ, മഹാന്മാരായിട്ടുള്ള ആളുകൾ ചരിത്രത്തിൽ. പ്ലാറ്റോ, ഷേക്സ്പിയർ, ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാറ്റോ, ഷേക്സ്പിയർ, ന്യൂട്ടൺ, ഹ്യൂഗോ, ബെത്തോവൻ, ലിങ്കൺ, എമേഴ്സൺ, എഡിസൺ, ഐൻസ്റ്റീൻ. ഇൻക്രെഡുലസ്, അവിശ്വസനീയം. ഐ ആസ്ക്ഡ്, ചോദിച്ചു, വൈ ഡസൻറ്റ് എവരി വൺ നോ ദിസ്? എന്തുകൊണ്ട് ആണ് എല്ലാവർക്കും ഇത് അറിയാത്തത്? എ ബേണിംഗ് ഡിസയർ, എൻ്റെ ഉള്ളിൽ ബേണിംഗ് എന്നാൽ തിളക്കുന്ന ഒരു ഡിസയർ, ആഗ്രഹം. ടു ഷെയർ, ഇത് പങ്കുവെക്കാൻ, ഇത് സീക്രട്ട്, ഈ രഹസ്യം, വിത്ത് ദ വേൾഡ്, ലോകവുമായിട്ട്. കൺസ്യൂംഡ് ബി, കൺസ്യൂം ചെയ്യുന്ന എന്നെ പൊതിഞ്ഞു. അതായത് അവർ മനസ്സിൽ എന്തായി, ഈ രഹസ്യം ലോകവുമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു അതിയായ ആഗ്രഹം അവരെ പൊതിഞ്ഞു. ആൻഡ് ഐ ബിഗൈൻ സെർച്ചിങ്, അങ്ങനെ ഞാൻ തുടങ്ങി സെർച്ചിങ്, അന്വേഷിക്കാൻ, ഫോർ പീപ്പിൾ, ആളുകളെ, അലൈവ്, ജീവിച്ചിരിക്കുന്ന, ടുഡേ, ഈ കാലഘട്ടത്തിൽ, ഹൂ ന്യൂ ദ സീക്രട്ട്, ഈ രഹസ്യം അറിയാവുന്ന, ജീവിച്ചിരിക്കുന്ന ആളുകളെ അന്വേഷിച്ച് ഞാൻ പോയി. വൺ ബൈ വൺ ദേ ബിഗൈൻ ടു എമേർജ്, ഓരോരുത്തരായിട്ട് അവർ പുറത്തു വരാൻ തുടങ്ങി. ഐ ബിക്കെയിം എ മാഗ്നറ്റ്, ഞാനൊരു മാഗ്നറ്റ് എന്ന കാന്തം അല്ലേ, കാന്തമായി മാറി. ആൻഡ് ഐ ബിഗൈൻ ടു സെർച്ച്, ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി. വൺ ഗ്രേറ്റ് ലിവിങ് മാസ്റ്റർ ആഫ്റ്റർ അനദർ വാസ് ഡ്രോൺ ടു മീ. ഞാൻ അന്വേഷിച്ചപ്പോൾ വൺ ഗ്രേറ്റ് ലിവിങ് മാസ്റ്റർ, ഓരോ ജീവിക്കുന്ന മഹാന്മാരായിട്ടുള്ള മാസ്റ്റേഴ്സ്, ആളുകൾ ജീവിതം പഠിപ്പിച്ചു കൊടുക്കുന്ന മാസ്റ്റേഴ്സ്, ഓരോരുത്തർ ഇങ്ങനെ അവരിലേക്ക് അടുക്കാൻ, ആഫ്റ്റർ വൺ അനദർ വാസ് ഡ്രോൺ ടു മീ, അവരിലേക്ക് ആകർഷിക്കപ്പെടാൻ തുടങ്ങി. ഒരു മാഗ്നറ്റായി മാറി എന്ന് പറഞ്ഞില്ലേ. വെൻ ഐ ഡിസ്കവേർഡ്, ഞാനത് കണ്ടെത്തിയപ്പോൾ, വൺ ടീച്ചർ, ഒരു ടീച്ചറെ, ദാറ്റ് വൺ വുഡ് ലിങ്ക് ടു ദ നെക്സ്റ്റ്, ആ ടീച്ചർ എന്ത് ചെയ്യും, അടുത്ത ടീച്ചറിലെ അടുത്തേക്കുള്ള ഒരു കണക്ഷൻ ആയിരിക്കും. ഇൻ എ പെർഫെക്റ്റ് ചെയിൻ, അങ്ങനെ ഒരു ചെയിൻ പോലെ, ഒരു മാല പോലെ. ഇഫ് ഐ വാസ് ഓൺ ദ റോങ് ട്രാക്ക്, ഞാൻ റോങ് ആയിട്ടുള്ള ട്രാക്കിലാണെങ്കിൽ, അതിൽ ശരിയായിട്ടുള്ള ട്രാക്കിലല്ലെങ്കിൽ, സംതിങ് എൽസ് വുഡ് ക്യാച്ച് മൈ അറ്റൻഷൻ, അത് പോകുന്ന ഡയറക്ഷൻ കറക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ
ആ ഡയറക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് സംതിങ് എൽസ്, വേറെ എന്തെങ്കിലും വുഡ് ക്യാച്ച് മൈ അറ്റൻഷൻ, എൻ്റെ ശ്രദ്ധ വേറെ എന്തെങ്കിലും പിടിക്കും. ആൻഡ് ത്രോ ദ ഡൈവേർഷൻ, അങ്ങനെ ഡൈവേർഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാറും, ഡൈവേർഷൻ വേറെ ഭാഗത്തേക്ക് മാറുന്നതിനാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ വേറെ സ്ഥലത്തേക്ക് ഡൈവേർട്ട് ചെയ്യില്ലേ, തിരിഞ്ഞു പോകും. ആൻഡ് ത്രോ ദ ഡൈവേർഷൻ, ഇങ്ങനെ തിരിഞ്ഞു പോകുമ്പോൾ ദ നെക്സ്റ്റ് ഗ്രേറ്റ് ടീച്ചർ വുഡ് അപ്പിയർ. അങ്ങനെ അവർ കറക്റ്റ് ഡയറക്ഷനിൽ പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അവർ അറ്റൻഷൻ കയറി പിടിക്കും. അപ്പോൾ അവർ തിരിയുമ്പോൾ ദ നെക്സ്റ്റ് ഗ്രേറ്റ് ടീച്ചർ വുഡ് അപ്പിയർ, അടുത്ത വലിയ ആ അധ്യാപകൻ, മാസ്റ്റർ, ഈ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അഗാധമായി പഠിച്ചിട്ടുള്ള മാസ്റ്റർ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. ഇഫ് ഐ ആക്സിഡൻ്റലി പ്രസ് ദ റോങ് ലിങ്ക്, എന്തെങ്കിലും കാരണവശാൽ, അതായത് ഇപ്പോൾ നെറ്റ് ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അറിയാണ്ട് ഒരു ലിങ്കാണ് ക്ലിക്ക് ചെയ്യും, ആക്സിഡൻ്റലി പ്രസ് ദ റോങ് ലിങ്ക് ഓൺ ദ ഇൻ്റർനെറ്റ് സെർച്ചിൽ ഏതെങ്കിലും ലിങ്ക് അറിയാണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ വുഡ് ബി ലെഡ് ടു എ വിറ്റൽ പീസ് ഓഫ് ഇൻഫർമേഷൻ. ഈ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രാധാന്യമർഹിക്കുന്ന ഒരു അറിവിലേക്കായിരിക്കും അത് നയിക്കുന്നത്. ഇൻ എ ഫ്യൂ ഷോർട്ട് വീക്ക്, കുറഞ്ഞ ആഴ്ചകൾക്കുള്ളിൽ ഐ ഹാഡ് ട്രേസ് ദ സീക്രട്ട് ബാക്ക് ത്രൂ ദ സെഞ്ച്വറീസ്. അവർക്ക് ട്രേസ് ചെയ്യാൻ പറ്റും, പിന്തുടരാൻ പറ്റും ദ സീക്രട്ട്, ദ രഹസ്യത്തിൻ്റെ ബാക്ക് ത്രൂ ദ സെഞ്ച്വറീസ്. ഒരുപാട് നൂറ്റാണ്ടുകൾ പുറകിലേക്ക് ഈ രഹസ്യത്തെക്കുറിച്ച് അറിയാവുന്ന ആളുകളെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ആൻഡ് ഐ ഹാഡ് ഡിസ്കവേർഡ്, അങ്ങനെ ഞാൻ കണ്ടെത്തി ദ മോഡേൺ ഡേ പ്രാക്ടീഷണേഴ്സ്. ഈ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ സീക്രട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് കണ്ടെത്തി. ഓഫ് ദ സീക്രട്ട്, ഈ പറഞ്ഞ രഹസ്യം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് കണ്ടെത്തി. ദ വിഷൻ ഓഫ് ടേക്കിംഗ് ദ സീക്രട്ട് ടു ദ വേൾഡ്, അതായത് ദ വിഷൻ, അത് കാഴ്ചപ്പാട്. നമ്മൾ സ്കൂൾ പിന്നെ ഓഫീസിലൊക്കെ മിഷനൊക്കെ ഉണ്ടാവും അല്ലേ, നമ്മുടെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത്. ഓഫ് ടേക്കിംഗ് ദ സീക്രട്ട്, ഇവരുടെ കാഴ്ചപ്പാട് എന്താ, അവരുടെ ലക്ഷ്യം എന്താ, ഈ സീക്രട്ട് ടു ദ വേൾഡ്, ലോകത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇൻ എ ഫിലിം, ഒരു സിനിമയിൽ ഒരു ഫിലിം ഹാഡ് ബിക്കം ഫിക്സഡ് ഇൻ മൈ മൈൻഡ്. ഇത് സിനിമയിലൂടെ ഈ രഹസ്യം പുറത്തേക്ക് കൊണ്ടുവരാം എന്നുള്ളത് അവരുടെ മനസ്സിൽ ഫിക്സായി. ആൻഡ് ഓവർ ദ ഫോളോവിങ് 2 months, അടുത്ത 2 മാസം, മൈ ഫിലിം ആൻഡ് ടെലിവിഷൻ പ്രൊഡക്ഷൻ ടീം ലേൺ ദ സീക്രട്ട്. അപ്പോൾ ആദ്യം ഈ ടീം പഠിക്കണമല്ലോ അല്ലേ, അടുത്ത 2 മാസത്തിനുള്ളിൽ ഫിലിമിൻ്റെ ടെലിവിഷൻ പ്രൊഡക്ഷൻ ടീമും പിന്നെ ഇവർക്ക് എന്ത് ചെയ്തു, ആ രഹസ്യം പഠിച്ചു. ഇറ്റ് വാസ് ഇംപറേറ്റീവ് ആൻഡ് എവറി ടീം മെമ്പർ ന്യൂ ഇറ്റ് ബിക്കോസ് വിതൗട്ട് ഇറ്റ്സ് നോളജ് വാട്ട് വി വർ അബൌട്ട് ടു അറ്റംപ്റ്റ് വുഡ് ബി ഇമ്പോസിബിൾ. അത് ആവശ്യമായിരുന്നു. എന്ത്, ഈ ടീം മെമ്പേഴ്സ് എല്ലാവരും ആദ്യം ഈ രഹസ്യത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം എന്നുള്ളത് ആവശ്യമായിരുന്നു. എന്നാൽ മാത്രമേ എന്ത് ചെയ്ത് ഈ പറഞ്ഞ അറ്റംപ്റ്റ്, ഈ ശ്രമം വിജയിക്കുള്ളൂ അല്ലേ. അതർവൈസ് വാട്ട് വി വർ അബൌട്ട് ടു അറ്റംപ്റ്റ് വുഡ് ബി ഇമ്പോസിബിൾ, അല്ലെങ്കിൽ എന്താണ്, ഇമ്പോസിബിൾ ആയിരിക്കും. അവർ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഈ കാര്യം സാധ്യമല്ലാതെ ഇമ്പോസിബിളായി മാറും. അവരെല്ലാവരും ഇതേക്കുറിച്ച് അറിഞ്ഞിരിക്കണം. വി ഡിഡ് നോട്ട് ഹാവ് എ സിംഗിൾ ടീച്ചർ secured to film, but we knew the secret. We did not have a single teacher secured. ആക്ച്വലി ഈ ഒരുപാട് മാസ്റ്റേഴ്സിനെ കണ്ടെത്തിയെങ്കിലും അവർക്ക് ഒരു ടീച്ചർ സെക്യൂർ, അതായത് ഈ സിനിമയ്ക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റിവെക്കാൻ ആയിരുന്നില്ല. ബട്ട് വി ന്യൂ, അവർക്ക് തന്നെ അറിയാമായിരുന്നു ദ സീക്രട്ട്. ആ സീക്രട്ട് അവർക്ക് തന്നെ മനസ്സിലായി കഴിഞ്ഞിരുന്നു. ആൻഡ് സോ വിത്ത് അട്ടർ ഫെയ്ത്ത്, അതായത് ഭയങ്കരമായ വിശ്വാസത്തോടെ, അട്ടർ ഫെയ്ത്ത് എന്ന ഭയങ്കരമായ വിശ്വാസത്തോടെ, ഐ ഫ്ലൂ ഫ്രം ഓസ്ട്രേലിയ, ഞാൻ പറന്നു ഫ്രം ഓസ്ട്രേലിയയിൽ നിന്ന് ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് വേർ ദ മെജോറിറ്റി ഓഫ് ദ ടീച്ചേഴ്സ് വേർ ബേസ്ഡ്. അമേരിക്കയിലൊക്കെ അധികം സമ്പത്ത് ഒക്കെ വരാൻ ഒരു കാരണം ഇത്തരം ആളുകൾ, ദ മെജോറിറ്റി ഓഫ് ദീസ് ടീച്ചേഴ്സ്, ഈ ടീച്ചേഴ്സിൽ ഏറ്റവും കൂടുതൽ ഈ അമേരിക്കയിലാണ് ബേസ് ചെയ്തിട്ടുള്ളത്. വേർ ദ മെജോറിറ്റി ഓഫ് ദ ടീച്ചേഴ്സ് വേർ ബേസ്ഡ്. 7 weeks later, 7 ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ദ സീക്രട്ട് ടീം ഹാഡ് ഫിലിംഡ് 55 ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ടീച്ചേഴ്സ്. ഈ സീക്രട്ട് എന്നുള്ള മൂവീൻ്റെ ടീം ഉണ്ടല്ലോ, ഹാഡ് ഫിലിംഡ്, അവർ ഷൂട്ട് ചെയ്തു, ഫിലിം ചെയ്തു 55 ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ടീച്ചേഴ്സ്. ഈ ഗ്രേറ്റസ്റ്റ് ടീച്ചേഴ്സിനെ 55 പേരെ ഇവർ ഫിലിം ചെയ്തു അക്രോസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഇങ്ങേ തല മുതൽ അങ്ങേ തല വരെ, വിത്ത് ഓവർ 120 hours ഓഫ് ഫിലിം. അങ്ങനെ അവർ ഫിലിം ചെയ്തത് 120 hours നീളമുള്ളൊരു സിനിമയാണ്. വിത്ത് എവറി സ്റ്റെപ്പ്, വിത്ത് എവറി സ്റ്റെപ്പ്, ഓരോ സ്റ്റെപ്പിലും, വിത്ത് എവറി ബ്രെത്ത്, ഓരോ ശ്വാസത്തിലും, വി യൂസ് ദ സീക്രട്ട് ടു ക്രിയേറ്റ് ദ സീക്രട്ട്. ഇവർക്ക് അറിയാവുന്ന ഈ സീക്രട്ട് ഉണ്ടല്ലോ, ഈ രഹസ്യം
മറ്റൊരു ഈ രഹസ്യം എന്നുള്ള ഈ സിനിമ ഉണ്ടാക്കുന്നതിന് വേണ്ടി അവർ ഉപയോഗപ്പെടുത്തി. വി ലിറ്ററലി മാഗ്നറ്റൈസ്ഡ് എവറിത്തിങ്. യഥാർത്ഥത്തിൽ മാഗ്നറ്റൈസ്ഡ്, ഒരു എല്ലാവരെയും ഒരു കാന്തിക ശക്തിയുള്ള, എവറിത്തിങ് ഒരു കാന്തിക ശക്തിയുള്ളവരായി, ആൻഡ് എവറി വൺ ടു അസ്. അപ്പോൾ അവരെ ആകർഷിക്കാൻ തുടങ്ങി. എവറിത്തിങ് ടു അസ്, ഞങ്ങളിലേക്ക് ആകർഷിക്കാൻ തുടങ്ങി. 8 months later, 8 മാസത്തിന് ശേഷം ദ സീക്രട്ട് വാസ് റിലീസ്. ആ സിനിമ റിലീസ് ചെയ്ത് as the film swept the world, ആ സിനിമ swept the world, ലോകത്ത് എമ്പാടും സെപ്റ്ററിനെ അടിച്ചു വാരി എന്നുള്ളതാണ് സെപ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ല ഡയറക്റ്റ് മീനിങ്. അതായത് ഈ ഇങ്ങേ തല മുതൽ അങ്ങേ തല വരെ നീങ്ങി നടക്കും. സ്റ്റോറീസ് ഓഫ് മിറാക്കിൾസ് ബിഗൺ ടു ഫ്ലഡ്. ഇത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള കഥകൾ, മിറാക്കിൾസ്, അത്ഭുതങ്ങൾ, ബിഗൺ ടു ഫ്ലഡ്. ഫ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം എന്നൊക്കെ ഒഴുകാൻ തുടങ്ങി. അവർ അടുത്തേക്ക് ഒഴുകാൻ തുടങ്ങി. പീപ്പിൾ റോട്ട് അബൌട്ട് ഹീലിംഗ് ഫ്രം ക്രോണിക് പെയിൻ. ആളുകൾ എഴുതി എന്താണ് അബൌട്ട് ഹീലിംഗ് ഫ്രം ക്രോണിക് പെയിൻ, ഭയങ്കരമായ വേദനയിൽ നിന്ന് ശമനം ലഭിച്ചതിനെ കുറിച്ച് എഴുതാൻ തുടങ്ങി. ഡിപ്രഷനിൽ നിന്ന് ശമനം ലഭിച്ചതായിട്ട് എഴുതാൻ തുടങ്ങി. ആൻഡ് ഡിസീസ്, രോഗത്തിൽ നിന്ന് ശമനം ലഭിച്ചതായിട്ട് എഴുതാൻ തുടങ്ങി. വാക്കിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം ആഫ്റ്റർ ആൻ ആക്സിഡൻറ്റ്. വാക്കിംഗ് ഫ്രം ദ ഫസ്റ്റ് ടൈം ആഫ്റ്റർ ആൻ ആക്സിഡൻറ്റ് ശേഷം ഇന്നേ വരെ നടക്കാത്ത ആളുകൾ നടക്കാൻ തുടങ്ങി. ആൻഡ് ഈവൻ റിക്കവറിങ് ഫ്രം എ ഡെത്ത് ബെഡ്, മരണക്കിടയിൽ നിന്ന് പോലും ആളുകൾ എഴുന്നേറ്റ് വന്നതിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ റിക്കവർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭേദമാകുന്നതിനെ കുറിച്ചിട്ട് അവരോട് എഴുതാൻ തുടങ്ങി. വി ഹാവ് റിസീവ്ഡ് തൗസൻഡ്സ് ഓഫ് അക്കൗണ്ട്സ്. അവർക്ക് ലഭിച്ചു തൗസൻഡ്സ് ഓഫ് അക്കൗണ്ട്സ്, ആയിരക്കണക്കിന് കണക്കുകൾ. ഓഫ് ദ സീക്രട്ട് ബീയിങ് യൂസ്ഡ് ടു ബ്രിങ് അബൌട്ട് ലാർജ് സംസ് ഓഫ് മണി ആൻഡ് അൺഎക്സ്പെക്റ്റഡ്. അവർക്ക് അതായത് സീക്രട്ട് ലാർജ് സംസ് ഓഫ് മണി, അവർക്ക് വലിയ വലിയ മണി, സംസ് ഓഫ് മണി, വലിയ സംഖ്യകൾ ഈ സീക്രട്ട് ഉപയോഗിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായിട്ട് ലഭിച്ചതിനെ കുറിച്ചുള്ള കണക്കുകളൊക്കെ അവർക്ക് ലഭിക്കാൻ തുടങ്ങി. ചെക്സ് ഇൻ ദ മെയിൽ, ആളുകൾക്ക് അപ്രതീക്ഷിതമായിട്ട് ചെക്ക് ലഭിക്കുക. പീപ്പിൾ ഹാവ് യൂസ് ദ സീക്രട്ട് ടു മാനിഫെസ്റ്റ് ദെയർ പെർഫെക്റ്റ് ഹോംസ്. ഈ രഹസ്യം ആളുകൾ അവരുടെ സീക്രട്ട് അവർ യൂസ് ചെയ്യാൻ തുടങ്ങി. എന്തിനു വേണ്ടി? ടു മാനിഫെസ്റ്റ്, സംഭവിക്കാൻ വേണ്ടിയിട്ട്. ദ പെർഫെക്റ്റ് ഹോംസ്, യഥാർത്ഥവൽക്കരിക്കുക. അവരുടെ സ്വപ്നത്തിലുള്ള അവരുടെ ഭവനങ്ങൾ, അവരാഗ്രഹിക്കുന്ന വീടുകൾ യഥാർത്ഥവൽക്കരിക്കാൻ വേണ്ടി അവർ ഈ സീക്രട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. ലൈഫ് പാർട്ട്നേഴ്സ്, യോജിച്ച പാർട്ട്നേഴ്സിന് കിട്ടാൻ വേണ്ടി ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. കാറ് കിട്ടാൻ വേണ്ടി, ജോലി കിട്ടാൻ വേണ്ടി, ആൻഡ് പ്രൊമോഷൻസ് കിട്ടാൻ വേണ്ടി. വിത്ത് മെനി അക്കൗണ്ട്സ് ഓഫ് ബിസിനസ്സസ് ബീയിങ് ട്രാൻസ്ഫോംഡ് വിത്തിൻ ഡേയ്സ് ഓഫ് അപ്ലൈയിങ് ദ സീക്രട്ട്. ഒരുപാട് ബിസിനസ്സുകൾ ട്രാൻസ്ഫോംഡായി. അതായത് ചിലപ്പോൾ ശക്തിശ്വാസം വലിച്ചുകൊണ്ടിരുന്ന ചില ബിസിനസ്സുകളൊക്കെ ട്രാൻസ്ഫോംഡായി വിത്തിൻ ഡേയ്സ്, അതായത് പ്രോസ്പെരിറ്റിയിലേക്ക്, സമൃദ്ധിയിലേക്ക് ട്രാൻസ്ഫോംഡായി ഓഫ് അപ്ലൈയിങ് ദ സീക്രട്ട്. ഈ സീക്രട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിപ്പോൾ ദർ ഹാവ് ബീൻ ഹേർട്ട് വാർമിംഗ് സ്റ്റോറീസ് ഓഫ് സ്ട്രെസ്ഡ് റിലേഷൻഷിപ്സ്. അവിടെ ഉണ്ടായിരുന്നു ഹേർട്ട് വാർമിംഗ്. ഹേർട്ട് എന്ന ഹൃദയം, വാർമിംഗ് എന്ന ചൂട്, ഹൃദയത്തിനെ ചൂടാക്കുന്ന രീതിയിലുള്ള കഥകൾ. ഓഫ് സ്ട്രെസ്ഡ് റിലേഷൻഷിപ്സ്, വളരെ സ്ട്രെയിൻ എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, പ്രയാസപ്പെട്ടിട്ടുള്ള ബന്ധങ്ങളുടെ കഥകളുണ്ടായിരുന്നു. ഇൻവോൾവിങ് ചിൽഡ്രൻ ബീയിങ് റിസ്റ്റോർഡ് ടു ഹാർമണി. ഇൻവോൾവിങ് കുട്ടികൾ, അതായത് ചിലരുടെ ബന്ധങ്ങളൊക്കെ അറ്റുപോകാൻ, അതായത് ചിലരൊക്കെ ഡൈവേഴ്സ്ഡ് ആവാൻ നിന്നിരുന്ന ആളുകൾ വീണ്ടും അവരുടെ റിലേഷൻ, അതായത് കുട്ടികളൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ജീവിതങ്ങൾ വീണ്ടും പുനരുദ്ധരിക്കാൻ, റിസ്റ്റോർ ചെയ്യാൻ കാരണമായി, അതായത് സമാധാനത്തിലേക്ക് നീങ്ങാൻ കാരണമായി ഈ സീക്രട്ടിൽ ഉപയോഗിച്ച കാര്യം.